ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തിയ ജൂനിയർ ക്ലർക്ക് 2023 ചോദ്യങ്ങളും ഉത്തരങ്ങളും. 101ാമത്തെ ചോദ്യം. പ്രതികൂലമായി വിധി ലഭിച്ച ആളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ വിധി കൈവശക്കാരൻ, ഓപ്ഷൻ ബി കടക്കാരൻ, ഓപ്ഷൻ സി ഉത്തമർണൻ, ഓപ്ഷൻ ഡി വീഴ്ചക്കാരൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വീഴ്ചക്കാരൻ. 102ാമത്തെ ചോദ്യം. സ്കൂൾ സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ ഫീ ഡാഷ് രൂപയാണ്. ഓപ്ഷൻ എ 4000, ഓപ്ഷൻ ബി 2000, ഓപ്ഷൻ സി 500, ഓപ്ഷൻ ഡി 100. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 100. രജിസ്റ്റർ ചെയ്യാത്ത നിയമാവലിയെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ എ മാതൃക നിയമാവലി, ഓപ്ഷൻ ബി ഡ്രാഫ്റ്റ് നിയമാവലി, ഓപ്ഷൻ സി നിയമാവലി, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഡ്രാഫ്റ്റ് നിയമാവലി. രജിസ്റ്റർ ചെയ്യാത്ത നിയമാവലിയെ ഡ്രാഫ്റ്റ് നിയമാവലി എന്നാണ് പറയുന്നത്. 104ാമത്തെ ചോദ്യം. ആദ്യ പൊതുയോഗം ഡാഷിന്റെ ഒത്തുചേരലാണ്. ഓപ്ഷൻ എ സംഘത്തിന്റെ അംഗങ്ങളുടെ, ഓപ്ഷൻ ബി സംഘത്തിന്റെ പ്രൊമോട്ടർമാരുടെ, ഓപ്ഷൻ സി രജിസ്ട്രേഷനുള്ള അപേക്ഷയിൽ ഒപ്പുവെച്ചവരുടെ, ഓപ്ഷൻ ഡി സംഘ രൂപീകരണത്തിൽ താൽപ്പര്യമുള്ളവരുടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി രജിസ്ട്രേഷനുള്ള അപേക്ഷയിൽ ഒപ്പുവെച്ചവരുടെ. 105ാമത്തെ ചോദ്യം. അസിസ്റ്റന്റ് സഹകരണ സംഘങ്ങളുടെ സംയോജനം സംബന്ധിച്ച പ്രമേയം പാസാക്കുന്നതിനു മുമ്പ് ഡാഷിന്റെ അനുവാദം വാങ്ങിച്ചിരിക്കണം. ഓപ്ഷൻ എ സർക്കാർ, ഓപ്ഷൻ ബി രജിസ്ട്രാർ, ഓപ്ഷൻ സി അപ്പെക്സ് സൊസൈറ്റി, ഓപ്ഷൻ ഡി അഫിലിയേറ്റഡ് സൊസൈറ്റി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി രജിസ്ട്രാർ. 106ാമത്തെ ചോദ്യം. അംഗങ്ങളുടെ തിരിച്ചറിയൽ കാർഡിൽ ഒപ്പുവെക്കേണ്ടത് ഡാഷ് ആണ്. ഓപ്ഷൻ എ പ്രസിഡന്റ്, ഓപ്ഷൻ ബി സെക്രട്ടറി, ഓപ്ഷൻ സി ചുമതലപ്പെടുത്തിയ ആൾ, ഓപ്ഷൻ ഡി ബി അല്ലെങ്കിൽ സി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ബി അല്ലെങ്കിൽ സി. കോളേജ് സഹകരണ സംഘങ്ങളുടെ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം ചെയ്യുന്നത് ഡാഷിലൂടെയാണ്. ഓപ്ഷൻ എ ഹോണററി സെക്രട്ടറി, ഓപ്ഷൻ ബി എക്സ് ഒഫീഷ്യ പ്രസിഡന്റ്, ഓപ്ഷൻ സി ഇലക്ടറൽ ഓഫീസർ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഹോണററി സെക്രട്ടറി. അപ്പെക്സ് സഹകരണ സംഘങ്ങളിൽ ഗവൺമെന്റിന്റെ പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഡാഷ് ആണ്. ഓപ്ഷൻ എ സംഘത്തിന്റെ ഭരണസമിതി, ഓപ്ഷൻ ബി രജിസ്ട്രാർ, ഓപ്ഷൻ സി ഗവൺമെന്റ്, ഓപ്ഷൻ ഡി പൊതുയോഗം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഗവൺമെന്റ്. സഹകരണ വിദ്യാഭ്യാസ ഫണ്ടിന്റെ ഏറ്റവും കുറഞ്ഞ തുക ഡാഷ് ആണ്. ഓപ്ഷൻ എ 1000, ഓപ്ഷൻ ബി 2000, ഓപ്ഷൻ സി 3000, ഓപ്ഷൻ ഡി 5000. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2000. ഓഡിറ്റ് ഫീ അടയ്ക്കുന്നതിൽ നിന്നും ഡാഷിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഓപ്ഷൻ എ നിക്ഷേപം സ്വീകരിക്കുന്ന ഫാമിംഗ് സൊസൈറ്റിയെ, ഓപ്ഷൻ ബി നിക്ഷേപം സ്വീകരിക്കുന്ന സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയെ, ഓപ്ഷൻ സി SC/ST സൊസൈറ്റിയെ, ഓപ്ഷൻ ഡി ഉപഭോക്തൃ സൊസൈറ്റിയെ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി SC/ST സൊസൈറ്റിയെ. ആസ്തിയിൽ നിന്ന് ബാധ്യത കുറച്ചാൽ ഓപ്ഷൻ എ നഷ്ടം, ഓപ്ഷൻ ബി ലാഭം, ഓപ്ഷൻ സി ഓഹരി മൂലധനം, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഓഹരി മൂലധനം. ഒരു സഹകരണ സംഘത്തിലെ കണക്കെഴുത്തു രീതി എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ഓപ്ഷൻ എ തുടർച്ചാരീതി, ഓപ്ഷൻ ബി വ്യാപാരം അടിസ്ഥാനമാക്കി, ഓപ്ഷൻ സി പണലഭ്യത അടിസ്ഥാനമാക്കി, ഓപ്ഷൻ ഡി ഇരട്ട പതിവ് രീതി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ തുടർച്ചാരീതി. ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ് കണക്കെഴുത്തു പദ്ധതിയിൽ വരുന്നത്? ഓപ്ഷൻ എ വിവിധ പ്രവർത്തനങ്ങളുടെ ഫലം റിപ്പോർട്ട് ചെയ്യുക, ഓപ്ഷൻ ബി സംഘത്തിന്റെ സാമ്പത്തിക നില റിപ്പോർട്ട് ചെയ്യുക,
ഓപ്ഷൻ സി ഭാവി പരിപാടികൾക്ക് രൂപം നൽകുവാൻ ഉതകുമാറ് കണക്കുകളും വിവരങ്ങളും ലഭ്യമാക്കുക. ഓപ്ഷൻ ഡി ഇവയെല്ലാം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം. 114 ചോദ്യം. കുടിശ്ശിക പലിശയ്ക്ക് %, കരുതൽ വയ്ക്കേണ്ടതാണ്. ഓപ്ഷൻ എ 10%, ഓപ്ഷൻ ബി 25%, ഓപ്ഷൻ സി 50%, ഓപ്ഷൻ ഡി 100%. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 100%. നൂറ്റി 15 ചോദ്യം. ഓഹരി മൂലധനം ബാക്കി പത്രത്തിൽ ഡാഷ് ആയി കണക്കാക്കുന്നു. ഓപ്ഷൻ എ ബാധ്യത, ഓപ്ഷൻ ബി ആസ്തി, ഓപ്ഷൻ സി കരുതൽ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയായ ഉത്തരം 115 ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ബാധ്യത. 116 ചോദ്യം. ക്യാഷ് ബുക്കിലെയും ബാങ്ക് പാസ്ബുക്കിലെയും ബാക്കി വ്യത്യസ്തമായിരുന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ പരിഗണിക്കാതിരിക്കുക, ഓപ്ഷൻ ബി അനുരഞ്ജനപ്പെടുത്തുക, ഓപ്ഷൻ സി തിരുത്തിയെഴുതുക, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അനുരഞ്ജനപ്പെടുത്തുക. 117 ചോദ്യം. വൗച്ചർ എന്നാൽ എന്ത്? ഓപ്ഷൻ എ പണം നൽകിയതിനുള്ള തെളിവ്, ഓപ്ഷൻ ബി പണം കിട്ടിയതിനുള്ള തെളിവ്, ഓപ്ഷൻ സി ചെക്ക് കിട്ടിയതിനുള്ള തെളിവ്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പണം നൽകിയതിനുള്ള തെളിവ്. 6.5% നിരക്കിൽ 55,000 രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം എത്ര രൂപ പലിശ നൽകണം? ഓപ്ഷൻ എ 3,575 രൂപ, ഓപ്ഷൻ ബി 298 രൂപ, ഓപ്ഷൻ സി 1,788 രൂപ, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 298 രൂപ. ബഡ്ജറ്റ് എന്നാൽ ഓപ്ഷൻ എ വരും വർഷത്തെ വരവ് ചെലവുകൾ മുൻകൂട്ടി കണക്കാക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ ബി വർഷത്തെ വരവ് ചെലവുകൾ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ സി മുൻ വർഷത്തെ ചെലവുകളുടെ താരതമ്യ പഠനം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ എ വരും വർഷത്തെ വരവ് ചെലവുകൾ മുൻകൂട്ടി കണക്കാക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഒരു സംഘത്തിന്റെ 2ാം വർഷം മുതൽ ബാക്കി പത്രത്തിൽ കാണിക്കേണ്ട ബാക്കികൾ കണ്ടുപിടിക്കുവാൻ സ്വീകരിച്ചു പോരുന്ന രീതി. ഓപ്ഷൻ എ വരവ് ന്യൂനം ചെലവ്, ഓപ്ഷൻ ബി മുൻബാക്കി അധിക വരവ് ന്യൂനം ചെലവ്, ഓപ്ഷൻ സി മുൻബാക്കി അധികം ചെലവ് ന്യൂനം വരവ്, ഓപ്ഷൻ ഡി ചെലവ് ന്യൂനം വരവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി മുൻബാക്കി അധികം ചെലവ് ന്യൂനം വരവ്. 121 ചോദ്യം. NPA എന്നാൽ ഓപ്ഷൻ എ നെറ്റ് പ്രസന്റ് അസറ്റ്, ഓപ്ഷൻ ബി നെറ്റ് പ്രോഫിറ്റ് ഓൺ അസറ്റ്, ഓപ്ഷൻ സി നെറ്റ് പ്രോഫിറ്റ് അനാലിസിസ്, ഓപ്ഷൻ ഡി നോൺ പെർഫോമിംഗ് അസറ്റ്. ശരിയായ ഉത്തരം 121 ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നോൺ പെർഫോമിംഗ് അസറ്റ്. ചുവടെ ചേർക്കുന്നവയിൽ ഒരു സംഘത്തിന്റെ തനതു ഫണ്ട് ഏതാണ്? ഓപ്ഷൻ എ ഓഹരി മൂലധനം, ഓപ്ഷൻ ബി നിയമാനുസൃത കരുതൽ, ഓപ്ഷൻ സി കടപ്പത്രം, ഓപ്ഷൻ ഡി നിക്ഷേപങ്ങൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഓഹരി മൂലധനം. 123 ചോദ്യം. മധ്യകാല വായ്പകൾ ഡാഷ് കാലത്തേക്കാണ് നൽകുന്നത്? ഓപ്ഷൻ എ 2 വർഷം, ഓപ്ഷൻ ബി 3 വർഷം, ഓപ്ഷൻ സി 5 വർഷം, ഓപ്ഷൻ ഡി 7 വർഷം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 5 വർഷം. സഹകരണ സംഘങ്ങൾ ഡാഷിൽ നിന്നാണ് നിയമാനുസൃത
കരുതൽ സ്വരൂപിക്കുന്നത്? ഓപ്ഷൻ എ മൊത്തലാഭം, ഓപ്ഷൻ ബി അറ്റലാഭം, ഓപ്ഷൻ സി നിക്ഷേപങ്ങൾ, ഓപ്ഷൻ ഡി ഓഹരി മൂലധനം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അറ്റലാഭം. ജില്ലാ മൊത്ത വ്യാപാര സംഘങ്ങൾ സ്വീകരിച്ചിട്ടുള്ള കണക്കെഴുത്ത് രീതി. ഓപ്ഷൻ എ സിംഗിൾ അക്കൗണ്ടിംഗ് രീതി, ഓപ്ഷൻ ബി ഡബിൾ അക്കൗണ്ടിംഗ് രീതി, ഓപ്ഷൻ സി ഡബിൾ കമ്പാർട്ട്മെന്റ് രീതി, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഡബിൾ കമ്പാർട്ട്മെന്റ് രീതി. ഒരു സഹകരണ സംഘത്തിലെ ഇടപാടുകൾ ആദ്യമായി രേഖപ്പെടുത്തിയ പുസ്തകം. ഓപ്ഷൻ എ ക്യാഷ് ബുക്ക്, ഓപ്ഷൻ ബി ജനറൽ ലെഡ്ജർ, ഓപ്ഷൻ സി ഡേ ബുക്ക്, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഡേ ബുക്ക്. അവസാന കണക്കുകൾ തയ്യാറാക്കുന്നതിന് സഹകരണ സംഘങ്ങളിൽ ആധാരമാക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ എ ശിഷ്ടസൂചിക, ഓപ്ഷൻ ബി വരവ് ചെലവ് സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ സി ഇൻകം ടാക്സ് എക്സ്പെൻഡിച്ചർ കണക്ക്, ഓപ്ഷൻ ഡി ജനറൽ ലെഡ്ജർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വരവ് ചെലവ് സ്റ്റേറ്റ്മെന്റ്. 128ാമത്തെ ചോദ്യം. കണക്ക് പരിശോധനയ്ക്കായി സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുന്നത്. ഓപ്ഷൻ എ ഓഡിറ്റർ, ഓപ്ഷൻ ബി സംഘം, ഓപ്ഷൻ സി രജിസ്ട്രാർ, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സംഘം. ചുവടെ ചേർക്കുന്നവയിൽ നിക്ഷേപ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ചിട്ടി, ഓപ്ഷൻ ബി സ്ഥിര നിക്ഷേപം, ഓപ്ഷൻ സി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ഓപ്ഷൻ ഡി കറന്റ് നിക്ഷേപം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ചിട്ടി. മുതിർന്ന പൗരന്മാർക്ക് അധികമായി നൽകുന്ന പലിശയുടെ നിരക്ക്. ഓപ്ഷൻ എ 1%, ഓപ്ഷൻ ബി 0.5%, ഓപ്ഷൻ സി 5%, ഓപ്ഷൻ ഡി 1.5%. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 0.5%. 131ാമത്തെ ചോദ്യം. നാൾവഴി എന്ന് അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, ഓപ്ഷൻ ബി ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി, ഓപ്ഷൻ സി ബുക്ക് ഓഫ് പ്രൈം എൻട്രി, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. അടുത്ത ചോദ്യം. ഒരു സഹകരണ സംഘത്തിന്റെ അഫിലിയേഷൻ ഫീ കണക്കാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ പ്രവർത്തന മൂലധനം, ഓപ്ഷൻ ബി ഓഹരി മൂലധനം, ഓപ്ഷൻ സി കിട്ടിയ നിക്ഷേപങ്ങൾ, ഓപ്ഷൻ ഡി നൽകിയ വായ്പാ തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഓഹരി മൂലധനം. 133ാമത്തെ ചോദ്യം. വർഷത്തെ വരവ് ചെലവ് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ പ്രാരംഭ ബാക്കിയായി എടുക്കുന്നത്. ഓപ്ഷൻ എ മുൻവർഷത്തെ നീക്കിയിരിപ്പ്, ഓപ്ഷൻ ബി മുൻമാസത്തെ നീക്കിയിരിപ്പ്, ഓപ്ഷൻ സി മുൻവർഷത്തെ പ്രാരംഭ ബാക്കി, ഓപ്ഷൻ ഡി മുൻമാസത്തെ പ്രാരംഭ ബാക്കി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മുൻവർഷത്തെ നീക്കിയിരിപ്പ്. ഒരു സഹകരണ സംഘത്തിലെ കണക്കെഴുത്തു രീതിയുടെ പ്രധാന ഉദ്ദേശ്യം അംഗങ്ങളുടെ നിക്ഷേപങ്ങളുടെയും ആസ്തിയുടെയും സുരക്ഷ ഉറപ്പാക്കുക. ഓപ്ഷൻ ബി ഓഹരി ഉറപ്പാക്കുക, ഓപ്ഷൻ സി ലാഭം ഉറപ്പാക്കുക, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ എ അംഗങ്ങളുടെ നിക്ഷേപങ്ങളുടെയും ആസ്തിയുടെയും സുരക്ഷ ഉറപ്പാക്കുക. 135ാമത്തെ ചോദ്യം. സ്ഥാവര വസ്തുവിന്റെ തേയ്മാനം കണക്കാക്കുന്നതിനുള്ള നിരക്ക്. ഓപ്ഷൻ എ 2.5%, ഓപ്ഷൻ ബി 5%, ഓപ്ഷൻ സി 3%, ഓപ്ഷൻ ഡി തേയ്മാനം കണക്കാക്കുന്നില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി തേയ്മാനം കണക്കാക്കുന്നില്ല. 136ാമത്തെ ചോദ്യം. ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ
ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ വിധിക്കാവുന്ന നഷ്ടപരിഹാരത്തിന്റെ പരമാവധി പരിധി എത്ര രൂപ വരെയാണ്? ഓപ്ഷൻ എ 5 ലക്ഷം രൂപ വരെ, ഓപ്ഷൻ ബി 20 ലക്ഷം രൂപ വരെ, ഓപ്ഷൻ സി 10 ലക്ഷം രൂപ വരെ, ഓപ്ഷൻ ഡി 1 ലക്ഷം രൂപ വരെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1 ലക്ഷം രൂപ വരെ. 137ാമത്തെ ചോദ്യം. ഇടപാടുകാരുടെ കുറഞ്ഞ അപകട സാധ്യതയുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ബാങ്ക് അക്കൗണ്ട് ഇനി പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ അക്കൗണ്ട്, ഓപ്ഷൻ ബി ഉയർന്ന ആസ്തിയുള്ള വ്യക്തികളുടെ അക്കൗണ്ട്, ഓപ്ഷൻ സി ശമ്പളക്കാരനായ ഒരു വ്യക്തിയുടെ അക്കൗണ്ട്, ഓപ്ഷൻ ഡി ഒരു പ്രവാസി ഇന്ത്യക്കാരന്റെ അക്കൗണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ശമ്പളക്കാരനായ ഒരു വ്യക്തിയുടെ അക്കൗണ്ട്. സ്ഥാവര വസ്തുക്കളിൽ സൃഷ്ടിക്കുന്ന ചാർജ് ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ പ്ലഡ്ജ്, ഓപ്ഷൻ ബി മോർട്ട്ഗേജ്, ഓപ്ഷൻ സി അസൈൻമെന്റ്, ഓപ്ഷൻ ഡി ലീൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മോർട്ട്ഗേജ്. ബാങ്കിംഗ് കമ്പനികളുടെ നോമിനേഷൻ റൂൾസ് 1985 അനുസരിച്ച് അക്കൗണ്ടിൽ ഒരു പ്രവാസിയെ നോമിനേറ്റ് ചെയ്യാമോ? ഓപ്ഷൻ എ RBI അനുമതിയോടെയാകാം, ഓപ്ഷൻ ബി അനുവദനീയമല്ല, ഓപ്ഷൻ സി അനുവദനീയമാണ്, ഓപ്ഷൻ ഡി എയും സിയും ശരിയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി അനുവദനീയമാണ്. PMFBY യുടെ പൂർണ്ണ രൂപം എന്താണ്? ഓപ്ഷൻ എ പ്രധാനമന്ത്രി ഫാർമേഴ്സ് ബാങ്കിംഗ് യോജന, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, പ്രധാനമന്ത്രി ഫാർമേഴ്സ് ബെനിഫിറ്റ് യോജന. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. JLG യുടെ പൂർണ്ണ രൂപം എന്താണ്? ഓപ്ഷൻ എ ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ്, ഓപ്ഷൻ ബി ജില്ലാ ലോണീസ് ഗ്രൂപ്പ്, ഓപ്ഷൻ സി ജോയിന്റ് ലെൻഡേഴ്സ് ഗ്രൂപ്പ്, ഓപ്ഷൻ ഡി ജൻ ലയബിലിറ്റി ഗ്രൂപ്പ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ്. KYC എന്നാൽ? ഓപ്ഷൻ എ നോ യുവർ ക്യാരക്ടർ, ഓപ്ഷൻ ബി നോ യുവർ ക്രെഡിറ്റേഴ്സ്, ഓപ്ഷൻ സി നോ യുവർ കസ്റ്റമർ, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ സി നോ യുവർ കസ്റ്റമർ. 143ാമത്തെ ചോദ്യം. താഴെ പറയുന്ന അക്കൗണ്ടുകളിൽ നോമിനേഷൻ രജിസ്റ്റർ ചെയ്യാം. ഓപ്ഷൻ എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ, ഓപ്ഷൻ ബി ആവർത്തന നിക്ഷേപ അക്കൗണ്ടുകൾ, ഓപ്ഷൻ സി സ്ഥിര നിക്ഷേപങ്ങൾ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. എന്താണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന PMJJBY? ഓപ്ഷൻ എ സാധാരണ മരണത്തിന് 2 ലക്ഷം രൂപ വരെ നൽകുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ്, ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഒരു അപകട ഇൻഷുറൻസ് പദ്ധതി, ഓപ്ഷൻ സി എ ബി രണ്ടും, ഓപ്ഷൻ ഡി സീറോ ബാലൻസ് ഉള്ള ഒരു അടിസ്ഥാനമായ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സാധാരണ മരണത്തിന് 2 ലക്ഷം രൂപ വരെ നൽകുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ് പദ്ധതി. 145ാമത്തെ ചോദ്യം. ആധാർ സീഡിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ ഡ്യൂപ്ലിക്കേറ്റ് ആധാർ നൽകൽ, ഓപ്ഷൻ ബി ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ലിങ്ക് ചെയ്യുന്നത്, ഓപ്ഷൻ സി ഏത് ആവശ്യത്തിനും ആധാർ കാണിക്കുന്നത്, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ലിങ്ക് ചെയ്യുന്നത്. 146ാമത്തെ ചോദ്യം. ഒരു അടിസ്ഥാന സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് BSBDA തുറക്കുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ തുക എത്രയാണ്? ഓപ്ഷൻ എ 500 രൂപ മാത്രം, ഓപ്ഷൻ ബി 1000 രൂപ മാത്രം, ഓപ്ഷൻ സി മിനിമം നിക്ഷേപം ആവശ്യമില്ല, ഓപ്ഷൻ ഡി 100 രൂപ മാത്രം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി മിനിമം നിക്ഷേപം ആവശ്യമില്ല. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു ബാങ്കിൽ പരമാവധി എത്ര കാലാവധി വരെ തുറക്കാനാകും? ഓപ്ഷൻ എ 5 വർഷം, ഓപ്ഷൻ ബി 10 വർഷം, ഓപ്ഷൻ സി 8 വർഷം, ഓപ്ഷൻ ഡി അങ്ങനെ ഒരു നിർദ്ദേശമില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 10 വർഷം. 148ാമത്തെ ചോദ്യം. MGNREGS
എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ ഗ്യാരണ്ടി പദ്ധതി. ഓപ്ഷൻ സി മഹാത്മാഗാന്ധി ന്യൂട്രീഷൻ ആൻഡ് റൂറൽ എനർജി ജനറേഷൻ സ്കീം. ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ ഗ്യാരണ്ടി പദ്ധതി. 149-ാമത്തെ ചോദ്യം. പ്രസിഡൻഷ്യൽ മാനദണ്ഡങ്ങൾ പ്രകാരം ബാങ്കുകളുടെ വായ്പാ ആസ്തികളെ ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ സ്റ്റാൻഡേർഡ്, പുവർ, ഡൗട്ട്ഫുൾ, ലോസ്. ഓപ്ഷൻ ബി സ്റ്റാൻഡേർഡ്, സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ, ലോസ്. ഓപ്ഷൻ സി സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ 1, ഡൗട്ട്ഫുൾ 2, ലോസ്. ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സ്റ്റാൻഡേർഡ്, സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ, ലോസ്. സ്മാർട്ട് കാർഡിലെ പിൻ എന്ന് പറയുന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഓപ്ഷൻ എ പെർമനന്റ് ഇൻഡെക്സ് നമ്പർ. ഓപ്ഷൻ ബി പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഓപ്ഷൻ സി പേഴ്സണൽ ഇൻഡെക്സ് നമ്പർ. ഓപ്ഷൻ ഡി പെർമനന്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഇപ്പോൾ വാങ്ങുക, ഇപ്പോൾ പണമടയ്ക്കുക, ബൈ നൗ പേ നൗ എന്ന് സാധാരണയായി പറയുന്നത് ഏതിന്റെ കാര്യത്തിലാണ്? ഓപ്ഷൻ എ ഡെബിറ്റ് കാർഡുകൾ. ഓപ്ഷൻ ബി വോൾട്ട് കാർഡുകൾ. ഓപ്ഷൻ സി ക്രെഡിറ്റ് കാർഡുകൾ. ഓപ്ഷൻ ഡി ഇലക്ട്രോണിക്സ് കാർഡുകൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഡെബിറ്റ് കാർഡുകൾ. 152-ാമത്തെ ചോദ്യം. മൊബൈൽ ബാങ്കിംഗ് വഴി ഉപഭോക്താവിന് താഴെ പറയുന്നതിൽ ഏതാണ് ചെയ്യാൻ കഴിയാത്തത്? ഓപ്ഷൻ എ ബാലൻസ് അന്വേഷണം. ഓപ്ഷൻ ബി ലെറ്റർ ഓഫ് ക്രെഡിറ്റ് സേവനങ്ങൾ. ഓപ്ഷൻ സി ഫണ്ട് ട്രാൻസ്ഫർ. ഓപ്ഷൻ ഡി വായ്പകളുടെ ഇടപാടുകൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ലെറ്റർ ഓഫ് ക്രെഡിറ്റ് സേവനങ്ങൾ. 153-ാമത്തെ ചോദ്യം. ഡിമാറ്റ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ ഫിസിക്കൽ ഷെയറുകൾ, ഷെയർ സർട്ടിഫിക്കറ്റുകൾ, ഒരു ഇലക്ട്രോണിക്സ് രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയ. ഓപ്ഷൻ ബി ഒരിക്കൽ പരിവർത്തനം ചെയ്താൽ ഓഹരികൾ ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിക്കും. ഓപ്ഷൻ സി ഡിമാറ്റിന് ശേഷം ഓഹരികൾ പരസ്പരം മാറ്റാവുന്നതും ഒരേപോലെയുള്ളതും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാവുന്നതുമായ ആസ്തികളായി മാറും. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. 154-ാമത്തെ ചോദ്യം. പവർ ഓഫ് അറ്റോർണി. ഓപ്ഷൻ എ നോട്ടറൈസ് ചെയ്തിരിക്കണം. ഓപ്ഷൻ ബി രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓപ്ഷൻ സി നോട്ടറൈസ് ചെയ്യുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കണം. ഓപ്ഷൻ ഡി നോട്ടറൈസ് ചെയ്യുകയോ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിരിക്കണം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നോട്ടറൈസ് ചെയ്തിരിക്കുകയോ രജിസ്റ്റർ ചെയ്തിരിക്കുകയോ ചെയ്തിരിക്കണം. ഇനി പറയുന്നവയിൽ ഏതാണ് ബാങ്കിങ്ങിലെ നേരിട്ടുള്ള ചാനൽ, അതായത് ദൂരെ നിന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന റിമോട്ട് ചാനൽ അല്ലാത്തത്? ഓപ്ഷൻ എ ATM. ഓപ്ഷൻ ബി ബാങ്ക് ശാഖ. ഓപ്ഷൻ സി മൊബൈൽ ബാങ്കിംഗ്. ഓപ്ഷൻ ഡി ഇന്റർനെറ്റ് ബാങ്കിംഗ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബാങ്ക് ശാഖ. ബാങ്കുകൾ നൽകുന്ന ക്യാഷ് ക്രെഡിറ്റ് സൗകര്യങ്ങൾ ഇവയിൽ ഏതാണ്? ഓപ്ഷൻ എ ഫണ്ട് അല്ലാത്ത സൗകര്യം. ഓപ്ഷൻ ബി ഫണ്ട് അടിസ്ഥാനമായുള്ള സൗകര്യം. ഓപ്ഷൻ സി കണ്ടിൻജന്റ് ലയബിലിറ്റി. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയൊന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഫണ്ട് അടിസ്ഥാനമാക്കിയുള്ള സൗകര്യം. ഒരു കടം അടയ്ക്കുന്നതിനോ വാഗ്ദാനം പാലിക്കുന്നതിനോ ഇടയിൽ ഈടായി നൽകുന്ന സാധനങ്ങൾ എന്തു ചെയ്യുന്നതിനെയാണ് പ്ലഡ്ജ് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ലീൻ. ഓപ്ഷൻ ബി ബെയിൽമെന്റ്. ഓപ്ഷൻ സി അസൈൻമെന്റ്. ഓപ്ഷൻ ഡി മോർട്ട്ഗേജ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബെയിൽമെന്റ്. ഒരു ചെക്കിന്റെ മുൻഭാഗത്ത് നോട്ട് നെഗോഷ്യബിൾ എന്ന പദത്തോടുകൂടിയോ അല്ലാതെയോ ഒരു ബാങ്കിന്റെ പേര് ചേർത്താൽ അത് എന്ത് ക്രോസിംഗ് നടത്തിയതായാണ് കണക്കാക്കുന്നത്? ഓപ്ഷൻ എ ജനറൽ ക്രോസിംഗ്. ഓപ്ഷൻ ബി സ്പെഷ്യൽ ക്രോസിംഗ്. ഓപ്ഷൻ സി അക്കൗണ്ട് പേയി ക്രോസിംഗ്. ഓപ്ഷൻ ഡി ഇൻഡെഫിനിറ്റ് ക്രോസിംഗ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സ്പെഷ്യൽ ക്രോസിംഗ്. പവർ ഓഫ് അറ്റോർണി ലഭിക്കുന്ന വ്യക്തിയെ ഡാഷ് എന്നും നൽകുന്ന വ്യക്തിയെ ഡാഷ് എന്നും വിളിക്കുന്നു. ഓപ്ഷൻ എ ഡെറ്റർ ക്രെഡിറ്റർ. ഓപ്ഷൻ ബി ബെയിലർ ബെയിലി. ഓപ്ഷൻ സി ഏജന്റ് പ്രിൻസിപ്പൽ. ഓപ്ഷൻ ഡി ക്രെഡിറ്റർ ഡെറ്റർ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഏജന്റ് പ്രിൻസിപ്പൽ.
വാങ്ങുന്നയാൾക്ക് സാധനം കൈവശം വയ്ക്കാൻ പൂർണ്ണമായ അവകാശം ലഭിക്കുമ്പോൾ ഡാഷ് അവസാനിക്കുന്നു. ഓപ്ഷൻ എ ലീൻ, ഓപ്ഷൻ ബി എഗ്രിമെന്റ്, ഓപ്ഷൻ സി കണ്ടീഷൻ, ഓപ്ഷൻ ഡി വാറണ്ടി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ലീൻ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് ജൂനിയർ ക്ലർക്ക് 1045/2023 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി അടുത്ത ദിവസം കാണാം. ചാനൽ വീണ്ടും ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.